ഓസ്ട്രേലിയയിലെ ഒരു ബീച്ചിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. ശരീരത്ത് മുറിവൊന്നുമില്ല. ആക്സിഡന്റ് അല്ല. പോയ്സൺ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണം കിട്ടി. അതിൽ 2 വാക്ക് മാത്രം: തമാംശൻ. ഈ കേസിന് ഏകദേശം 70 കൊല്ലം പഴക്കമുണ്ട്. പക്ഷെ ഇന്നേ വരെ ആരും ഈ കേസ് ഫുള്ളായിട്ട് സോൾവ് ചെയ്തിട്ടില്ല. 1948 ഡിസംബർ 1, സമർട്ടൺ ബീച്ച്, ഓസ്ട്രേലിയ. എപ്പോഴും ബീച്ചിൽ നടക്കാൻ പോകുന്ന 2 ആൾക്കാർ അവിടെ ഒരു ആൾ മണൽത്തിട്ടയിൽ കിടക്കുന്നത് കണ്ടു. ആദ്യം അവർ വിചാരിച്ചത് അത് ആള് വെള്ളമടിച്ച് കിടക്കാണ്. ഒരാൾ പറഞ്ഞു അയാൾ ചിലപ്പോൾ ഉടനായിരിക്കും. അതുകൊണ്ട് അവരുടെ വാക്കിംഗ് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ തിരിച്ചു വരുമ്പോഴും ആ വ്യക്തി അവിടെ അങ്ങനെ തന്നെ കിടക്കാറ്. ഇത് കണ്ട് സംശയം തോന്നിയ ഇവര് ഉടനെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി. പോലീസ് ഉടനെ തന്നെ ഈ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ മരിച്ച വ്യക്തി നീറ്റായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂട്ട് ഉണ്ടായിരുന്നു, ടൈ ഉണ്ടായിരുന്നു, പോളിഷ്ഡ് ഷൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂവിന് ചെല്ലുന്ന വ്യക്തി എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരുന്നു അയാൾ ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ പോക്കറ്റിൽ പൈസയും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, ID കാർഡ് ഇല്ല, പാസ്പോർട്ട് ഇല്ല. ഒരു മനുഷ്യൻ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒന്നും അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ എനിക്ക് കൺഫ്യൂസ് ആയി നിൽക്കുന്ന പോലീസ് അവരുടെ ക്ലോത്ത്സ് ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് അയാളുടെ ക്ലോത്ത്സിലെ ലേബിൾസ് വന്നിട്ട് ആരോ കെയർഫുള്ളി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആരാണ്? അയാൾ തന്നെയാണോ കട്ട് ചെയ്ത് മാറ്റിയത്, അത് വേറെ ആരെങ്കിലും ആണോ? അത് നമുക്കറിയില്ല. പിന്നീട് മിസ്സിംഗ് പേഴ്സൺസിന്റെ ലിസ്റ്റ് എടുത്തിട്ട് പോലീസ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഓരോ ആൾക്കാരടുത്ത് പോയിട്ട് അന്വേഷിച്ചു. ആർക്കും തന്നെ ഈ വ്യക്തി ആരാണ് എന്ന് അറിയില്ല. പോലീസിന് ഒരു ചോദ്യം വന്നു: നമ്മൾ എങ്ങനെ ഇതാരാണ് എന്ന് കണ്ടുപിടിക്കും? പിന്നീട് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്തു. ശരീരത്ത് മുറിവൊന്നുമില്ല, ഫൈറ്റ് ചെയ്തതിന്റെ സ്ട്രഗിളും ഇല്ല. പോയ്സൺ ആയിരിക്കാം കാരണമെന്ന്. പക്ഷെ അവർക്ക് എന്ത് പോയ്സൺ ആണ് എന്ന് ഉറപ്പില്ല. അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ തന്നെ ഈ കേസ് ഒരു കോൾഡ് കേസായി മാറിക്കഴിഞ്ഞു. പോലീസ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഡിസംബറിൽ കിട്ടിയ ബോഡി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ സെർച്ച് ചെയ്തു. ജൂണിൽ വീണ്ടും അയാളുടെ ക്ലോത്ത്സ് പോലീസ് സെർച്ച് ചെയ്തപ്പോൾ അതിന്റെ സീക്രട്ട് പോക്കറ്റ്, നമ്മുടെ പാന്റിലൊക്കെ ഒരു സീക്രട്ട് പോക്കറ്റ് ഉണ്ടാവും. ആ പോക്കറ്റിൽ ഒരു പേപ്പറിന്റെ കഷ്ണം, അതിൽ 2 വാക്ക് തമാംശൻ എന്ന് പറഞ്ഞു. അതൊരു പേർഷ്യൻ ലാംഗ്വേജ് ആണ്. അതിന്റെ അർത്ഥം എൻഡഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് എന്നാണ്. അവസാനിച്ചു. അവസാനിച്ചു? ജീവിതം അവസാനിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. അറിയില്ല. പോലീസ് ആ പേപ്പർ വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ പേപ്പറിന്റെ കഷ്ണം ഒരു ബുക്കിന് കീറിയെടുത്തതാണ്. അത് മനസ്സിലാക്കിയ അവർ അത് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പേര് റൂബത്ത് ഒമർ ഖയാം എന്നുള്ള ബുക്കാണ്. പിന്നീട് പോലീസ് സിറ്റി മൊത്തം സെർച്ച് ചെയ്തപ്പോൾ സമർട്ടൺ ബീച്ചിന്റെ അടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിൽ നിന്ന് ഈ ബുക്ക് അവർക്ക് കിട്ടി. ആ ബുക്കിന്റെ ലാസ്റ്റ് പേജ് നോക്കുമ്പോൾ അത് ടയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കയ്യിലുള്ള ആ പേപ്പറും ഈ ബുക്കിന്റെ ലാസ്റ്റ് പേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ ഒന്നും ഉറപ്പിച്ചു പോലീസ്, പേപ്പർ കീറിയിരിക്കുന്നത് ഈ ബുക്കിന്നാണ് എന്ന് ഉറപ്പിച്ചു. അങ്ങനെ വീണ്ടും അവിടുന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ആ ബുക്ക് നല്ലോണം പരിശോധിച്ചപ്പോൾ അവർ കിട്ടിയത് ബുക്കിന്റെ ലാസ്റ്റ് അട്ടയിൽ വന്നിട്ട് കുറെ റാൻഡം വേർഡ്സ് എഴുതിയിട്ടുണ്ട്. അത് എന്ത് വേർഡ്സ് ആണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒരു മനസ്സിലാവാത്ത ഒരു കോഡ് പോലത്തെ ഒരു വേർഡ്സ് ആയിരുന്നു. അവർ ഇന്റലിജൻസിന് അയച്ചു കൊടുത്തു. ഇന്റലിജൻസ് അത് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അവർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷെ ആ ബുക്കിൽ വേറെ ഒരു ഡീറ്റെയിൽ കൂടെ ഉണ്ടായിരുന്നു: ഒരു ഹാൻഡ് റിട്ടൺ മൊബൈൽ നമ്പർ. ആ നമ്പർ വെച്ച് പോലീസ് ട്രേസ് ചെയ്തപ്പോൾ അത് ഒരു പെണ്ണിന്റെ നമ്പറാണ്, ഒരു നേഴ്സിന്റെ നമ്പർ. ജെസിക്ക തോംസൺ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി താമസിക്കുന്നത് സമർട്ടൺ ബീച്ചിന്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പൊ പോലീസ് ജെസിക്കനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ജെസിക്കനോട് എത്ര ചോദിച്ചിട്ടും ജെസിക്ക പറഞ്ഞ ഒരേ ഉത്തരം: എനിക്ക് അയാളെ അറിയില്ല. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് അവരോട് ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞു. ബുക്ക് കണ്ടപ്പോൾ തന്നെ അവരൊന്ന് ഞെട്ടി. എന്തിനാണ് ഞെട്ടിയത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവരത് ഒന്നുമില്ല പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളഞ്ഞു. പക്ഷെ പോലീസിന് സംശയം തോന്നിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടും ജെസിക്ക തോംസൺ പറഞ്ഞത് ഒന്ന് മാത്രം:
എനിക്ക് അയാളെ അറിയില്ല. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നു. പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് പുറത്തു വന്നു. അതായത് ജെസിക്ക തോംസന്റെ മകന്റെ മുഖഛായയും ഈ സമ്മർട്ടൺ മാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ മുഖഛായനും നല്ല സ്ട്രോങ് റിസംബ്ലൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് കുറെ തിയറീസ് പുറത്തു വന്നു. ഇതൊരു ലവ് അഫെയർ ആയിരിക്കാം, ഒരു സൂസൈഡ് കേസ് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനൊന്നും തന്നെ പ്രൂഫ് ഇല്ല. അങ്ങനെ ഡെക്കേഡ്സ് കഴിഞ്ഞു, പോലീസിനൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ കേസ് ഓബ്വിയസ്ലി ഒരു കോൾഡ് കേസായി, ഒരു സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കേസായി ഇത് നിന്നു. പിന്നീട് ഡെക്കേഡ്സ് കഴിഞ്ഞപ്പോ സയന്റിസ്റ്റുമാർ സമട്ടൺ മാന്റെ റിമൈനിങ്സിന് DNA സാമ്പിൾ കളക്ട് ചെയ്തു. അങ്ങനെ ജിയോളജി ഡേറ്റാബേസ് വെച്ചിട്ട് സയന്റിസ്റ്റുമാർ ഇയാളുടെ ഫാമിലി ട്രീ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് മനസ്സിലായി ഇയാളുടെ പേര് വന്നിട്ട് കാറൽ വെബ് എന്നാണ്. ഇയാൾ ഓസ്ട്രേലിയയിൽ തന്നെ താമസിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പക്ഷെ പോലീസിന് അന്ന് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അന്ന് നമുക്ക് ഇതേപോലെ ടെക്നോളജീസ് ഒന്നുമില്ല. എല്ലാം പേപ്പറിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ഒന്നും ഡിജിറ്റലൈസ്ഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്ക് അന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇന്ന് നമുക്കൊരു പേര് കിട്ടി, ഒരു ഐഡന്റിറ്റി കിട്ടി. പക്ഷെ സയൻസിന് ഒരു പേരും ഐഡന്റിറ്റിയും മാത്രമേ തരാൻ സാധിച്ചു. ശരിക്കും എന്താണ് സംഭവിച്ചത്? സമർട്ടൺ മാൻ, അതായത് ഈ കാറൽ വെബ് എന്തിനാണ് മരിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? ലവ് അഫെയർ ആണോ? സൂസൈഡ് ആണോ? അല്ലോ ആരെങ്കിലും കൊന്നതാണോ? നമുക്കറിയില്ല. നമ്മൾ അറിയാനും പോകുന്നില്ല. എന്തോ ഒന്ന് അറിയാം എന്ന് സംശയമുള്ള ജെസിക്ക തോംസൺ ഇന്ന് ജീവനോടെ ഇല്ല. ചില രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യമായിട്ട് തന്നെ തുടരും. ഒരു പക്ഷേ തമാംശയുടെ എന്ന വാക്കിന്റെ അർത്ഥം അവസാനിച്ചു എന്നല്ല, മൗനം എന്നായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു ലവ് അഫെയർ ആണോ? അതോ ഇയാളൊരു സ്പൈ ആണോ, കോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്? അതോ ഇതൊരു സൂസൈഡ് കേസാണ്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഇതേപോലെ മിസ്റ്ററി ആയ കേസസ് ആൻഡ് സ്റ്റോറീസ് കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.